Remember, the 5th of November, gunpowder treason and plot. I see no reason that gunpowder treason shall ever be forgot. This is the opening line of a rather peculiar movie named V4 Vendetta, and that is my today's pick. With that, I welcome you to my channel, Breaking the Fourth Wall with AJ. അപ്പോൾ ഇന്ന് 5th November ആണ്, അല്ലെങ്കിൽ November the 5th, ഓൾസോ നോൺ ആസ് ഗൈ ഫോക്സ് ഡേ. ഗൈ ഫോക്സിനെ കുറിച്ച് പറയുമ്പോൾ എന്തായാലും എനിക്ക് ഈ സിനിമ എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ് സിനിമയും ഗൺ പൗഡർ ട്രീസൺ ഇതെല്ലാം നോക്കാം. V4 Vendetta is an action thriller movie released in the year 2008, directed by James McTeague. നിഞ്ച അസാസിൻ, മാട്രിക്സ് ട്രിലജി, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്ന ഇദ്ദേഹത്തിൻ്റെ ഡയറക്ടോറിയൽ ഡെബ്യൂ ആണ് V4 Vendetta. മാത്രമല്ല ഇതിൻ്റെ സ്ക്രീൻ പ്ലേ എഴുതിയിരിക്കുന്നത് മാട്രിക്സിൻ്റെ ക്രിയേറ്റേഴ്സായ വച്ചോവ്സ്കി ബ്രദേഴ്സാണ്. ഇപ്പോൾ വച്ചോവ്സ്കി സിസ്റ്റേഴ്സ് അവരാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ എഴുതിയിരിക്കുന്നത്. ഇപ്പം ഇത്രയാവുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ആക്ഷൻ ത്രില്ലിംഗ് ആയിരിക്കും. അതിനേക്കാളും ഉപരി മാട്രിക്സിലുള്ളതുപോലെ ഇതിൻ്റെ ഫിലോസഫിക്കൽ ലെവൽ, അതാണ് ഞാൻ ഇന്നത്തേക്ക് ഈ ഒരു സിനിമ എടുത്തതിലൂടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആക്ച്വലി ഇത് ഒരു കോമിക് ബുക്കിൻ്റെ അഡാപ്റ്റേഷനാണ്. DC കോമിക്സിന് വേണ്ടി അലൻ മൂർ ക്രിയേറ്റ് ചെയ്ത DC/Vertigoന് വേണ്ടി അലൻ മൂർ ക്രിയേറ്റ് ചെയ്ത സെയിം നെയിം V4 Vendetta എന്ന് പറയുന്ന കോമിക്കിൻ്റെ അഡാപ്റ്റേഷനാണ് ഈ മൂവി. എന്താണ് ഇതിൻ്റെ ചരിത്രം, എന്താണ് ഇതിൻ്റെ കഥയെന്നെല്ലാം നമുക്ക് നോക്കാം. ഇതിൻ്റെ പ്രധാന സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ IMDb റേറ്റിംഗ് സൈറ്റിൽ എബവ് 8 റേറ്റിംഗ് ഉള്ള കോമിക് അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ സൂപ്പർ ഹീറോ മൂവി കാറ്റഗറിയിലുള്ള ഒരു സിനിമയാണ് V4 Vendetta. മേ ബി യു ഓൾ ഫെമിലിയർ അബൌട്ട് ദിസ്. അവഞ്ചേഴ്സൊക്കെ വരുന്നതിന് മുമ്പേ 8ന് മുകളിൽ കയറിയിരിക്കുന്ന ഈ ഒരു സിനിമയ്ക്ക് എന്താണ് പ്രത്യേകത? ലെറ്റ്സ് ബ്രേക്ക് ദ ഫോർത്ത് വോൾ. V4 Vendetta എന്ന സിനിമയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് വളരെ അൺഅപ്പീലിംഗ് ആയിട്ടാണ് തോന്നിയത്. കാരണം ഈ 2008 ആ ഒരു കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ സൂപ്പർ ഹീറോ മൂവീസ് എന്ന് പറയുമ്പോൾ സ്പൈഡർമാൻ എല്ലാം ഡയറക്റ്റാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡാണ് മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പേര് കേട്ടതും ഇങ്ങനെ സൂപ്പർ ഹീറോ മൂവിയാണെന്നൊക്കെ അറിഞ്ഞപ്പോഴും എനിക്കത് അത്ര കാര്യമായിട്ട് തോന്നിയില്ല. പക്ഷേ അതിൻ്റെ മാസ്ക്, ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു പ്രസൻറ്റേഷൻ, ആ ഒരു ഫസാഡ്, അതെനിക്ക് വളരെയേറെ അപ്പീലിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ സിനോപ്സിസിലേക്ക് കടക്കുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ ആദ്യമേ പറയാനുണ്ട്. ഇതിന് ഒരു പ്രിമൈസ് ഉണ്ട്. എന്താണ് ഈ സിനിമയുടെ ചുറ്റുപാടെന്നുള്ളത് ഒന്ന് വ്യക്തമാക്കണം. മാത്രമല്ല ധാരാളം സ്ട്രേഞ്ച് ആൻഡ് അൺഫെമിലിയർ വേർഡ്സ് കടന്നു വരും. ഞാൻ പറ്റാവുന്നതൊക്കെ പറഞ്ഞു തരാം. എന്തായാലും ഈ സിനിമ നിങ്ങൾ കാണാൻ തീരുമാനിക്കുകയാണെങ്കിൽ സബ്ടൈറ്റിൽസും വേണം, ഡിക്ഷണറിയും വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിലേ ഈ സിനിമ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതും പറഞ്ഞ് നിങ്ങൾ സിനിമ കാണാതിരിക്കരുത്. പക്ഷേ അതിനകത്തുള്ള ഡയലോഗിൻ്റെ ഗ്രാവിറ്റി അറിയണമെങ്കിൽ നമുക്കൊരു ഡിക്ഷണറി അത്യാവശ്യമാണ്. ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് ലേറ്റർ. ഫസ്റ്റ് ഓഫ് ഓൾ, സിനിമ നടക്കുന്ന പ്രമിസ്. ഈ പ്രമൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോട്ടലിറ്റേറിയൻ റെജീം ആണ് ചിത്രീകരിക്കുന്നത്. 2 വാക്ക് ഇപ്പം തന്നെ കയറി വന്നു. ഒന്ന് ടോട്ടലിറ്റേറിയൻ, ഒന്ന് റെജീം. എന്താണ് ടോട്ടലിറ്റേറിയൻ അല്ലെങ്കിൽ വേറൊരു വാക്ക് ഉപയോഗിക്കും, ഡിസ്റ്റോപ്പിയൻ അല്ലെ ടോട്ടലിറ്റേറിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിക്റ്റേറ്റർഷിപ്പാണ് ഉദ്ദേശിക്കുന്നത്. ഡിക്റ്റേറ്റർഷിപ്പ് ചരിത്രത്തിലുടനീളം നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ആക്ച്വൽ സിറ്റുവേഷനിൽ ഒരു എന്താ പറയുക, ഒരു ഇമാജിനറി സിറ്റുവേഷൻ ഇൻ വിച്ച് ദ തിങ്സ് ദാറ്റ് വി ആർ എൻജോയിങ് ആർ ഡിനൈഡ് ആൻഡ് ദാറ്റ് തിങ്സ് വി ആർ നോട്ട് ബൗണ്ട് ടു ഡു ആർ മേക്കിംഗ് അസ് ടു ഡു. നമ്മൾ എന്തൊക്കെയാണ് നമ്മളുടെ സ്വന്തമായിട്ട് ആഘോഷിച്ചിരുന്ന പല കാര്യങ്ങളും, പൊതുവെ ഐഡിയൽസ് ലൈക്ക് ഫ്രീഡം, ലിബർട്ടി, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഡിനൈ ചെയ്തിട്ട് തികച്ചും നമുക്ക് ഒട്ടും ചിന്തിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ എങ്ങനെ മനുഷ്യർ ജീവിക്കും എന്നുള്ളതാണ് ഈ ഡിസ്റ്റോപ്പിയൻ അല്ലെങ്കിൽ ടോട്ടലിറ്റേറിയൻ എന്നൊക്കെയുള്ള ഒരു ആശയം പറയുന്നത്. റെജീം എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു ഡിക്റ്റേറ്ററിൻ്റെ കീഴിലുണ്ടാവുന്ന ആ ഒരു പൊളിറ്റിക്കൽ അവസ്ഥയാണ് ചിത്രീകരിക്കുന്നത്. ഈ ഡിസ്റ്റോപ്പിയൻ ടോട്ടലിറ്റേറിയൻ ആശയങ്ങൾ ധാരാളം സിനിമകളും പുസ്തകങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. കുറച്ചും കൂടി വളരെ സിമ്പിളായി മനസ്സിലാക്കാവുന്ന ഒരു സിറ്റുവേഷനാണ് ഈ സിനിമയിൽ വന്നിരിക്കുന്നത്. നമുക്ക് എന്താണെന്ന് കൂടുതൽ നോക്കാം. ബ്രിട്ടനിൽ നോർത്ത് ഫയർ എന്ന് പറയുന്ന ഒരു പാർട്ടി അധികാരം സ്ഥാപിച്ചു. ഒരു ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡും കൂട്ടത്തിൽ ഇത്തിരി റേഷ്യൽ
ഐഡിയാസും ഉള്ള ഒരു പാർട്ടിയാണ് നോർത്ത് സ്ക്വയർ. ഇവർ കാണിക്കുന്ന ആ ഒരു റിയാലിറ്റിയിൽ ബ്രിട്ടൻ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. US തകർന്നു പോയി. യൂറോപ്പ് മാത്രമല്ല ലോകം മൊത്തം ആ സെയിൻറ്റ് മേരീസ് വൈറസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നൊരു മിസ്റ്റീരിയസ് വൈറസ് മൂലം ആൾക്കാരെല്ലാം മരിച്ചു തുടങ്ങുകയും ആ ഒരു അവസ്ഥയിൽ നിന്ന്, അത്തരത്തിലുള്ളൊരു അരാജകത്വമായ അവസ്ഥയിൽ നിന്ന് കയറുവാൻ വേണ്ടി മനുഷ്യരുടെ അവസാനത്തെ ഹോപ്പ് എന്നുള്ള രീതിയിൽ ഭരണം നോർത്ത് സ്ക്വയർ എന്ന പാർട്ടിക്ക് കൊടുക്കുന്നു. നോർത്ത് സ്ക്വയർ പാർട്ടി ഭരണത്തിൽ കയറിയതിന് ശേഷം നാട് മൊത്തം കർഫ്യൂസും ആൾക്കാരുടെ സ്വാതന്ത്ര്യം ബ്ലോക്ക് ചെയ്ത് വെക്കുകയും അത്തരത്തിലുള്ളൊരു ചുറ്റുപാടിൽ കൂടിയാണ് വരുന്നത്. ഇതിൻ്റെ ചാൻസലർ, അതായത് ടോപ്പിൽ നിൽക്കുന്ന ചാൻസലറിൻ്റെ പേര് ആഡം സട്ട്ലർ എന്നാണ്. ഇനി ഇതിൻ്റെ ഒരു കമ്പാരിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അടുത്ത് പറയാൻ പറ്റുന്ന ഒരു ടോട്ടലിറ്റേറിയൻ റെജീമായിരുന്നു സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് ഉണ്ടായിരുന്ന ജർമ്മനിയിൽ ഉത്ഭവിച്ച നാസി പാർട്ടി. അതിൻ്റെ തലപ്പത്തുണ്ടായിരുന്ന ഹിറ്റ്ലർ. ആഡം സട്ട്ലർ എന്ന് പറയുന്ന ക്യാരക്ടർ, ആ പേര് അടക്കം ഈ ഒരു ഹിറ്റ്ലർ റെജീമിനോട് വളരെ കമ്പാറ്റബിളാണ്. ആ ഒരു ആശയത്തിന് നിന്നാണ് എടുത്തിരിക്കുന്നതെന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. അപ്പം അത്തരത്തിലുള്ള ഒരു ചുറ്റുപാട് വെച്ച് വേണം നമ്മൾ ഇതിനെ കമ്പയർ ചെയ്യാൻ. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇവരുടെ മീഡിയ, അതായത് നാഷണൽ TV-യുടെ മീഡിയ പോലും സെൻസർ ചെയ്ത് വരുന്ന ആ ഒരു അവസ്ഥയാണ്. അവിടുത്തെ ഒരു മീഡിയ മീഡിയയിലുള്ള ഒരു വർക്കറാണ് EV ഹാമണ്ട്. അപ്പോൾ രാത്രി 8 മണിക്ക് ശേഷം കർഫ്യൂ ആണ്, എല്ലാവരും വീടിനകത്ത് കയറണം. അപ്പോൾ EVക്ക് ഒരു അസൈൻമെൻ്റ് ആയിട്ട് ഫ്ലാറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മിസ്റ്റീരിയസ് ആയ കുറച്ച് ആൾക്കാർ EVയെ തടഞ്ഞു വയ്ക്കുന്നു. EV അവർക്കെതിരെ പ്രകോപിതരമായിട്ട് തോന്നി, അതായത് EVയെ ആക്രമിക്കാൻ വരുന്നു എന്ന് തോന്നിയതുകൊണ്ട് EV പ്രതികരിക്കും. പക്ഷേ അവർ രഹസ്യ പോലീസായിരിക്കും, ഫിംഗർമാൻ എന്ന പേരുള്ള രഹസ്യ പോലീസിലെ ആൾക്കാരായിരിക്കും. അവർ ആ ഒരു അധികാരത്തിൻ്റെ പുറത്ത് EVയെ വയലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ വേറൊരു മിസ്റ്റീരിയസ് ക്യാരക്ടർ ആ ഒരു സെനാറിയോയിലേക്ക് വരികയാണ്. മാസ്ക് വെച്ച്, ഒരു വിഗൊക്കെ വെച്ച്, തൊപ്പിയും വലിയൊരു ബ്ലാക്ക് റോബൊക്കെ എടുത്തിട്ട് ഒരു രൂപം വന്ന് EVയെ ഇവരിൽ നിന്ന് രക്ഷിക്കുകയാണ്. വളരെ സ്പീഡിൽ മൂവ് ചെയ്ത് 2 കത്തി കൊണ്ടാണ് ഇവരെ നേരിടുന്നത്. ഇവരെല്ലാവരെ സബ്ഡ്യൂ ചെയ്തതിന് ശേഷം EVയെയും കൊണ്ട് ഈ പറയുന്ന വ്യക്തി EVയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇങ്ങനെ ഇദ്ദേഹത്തെ സ്വന്തം അഭിസംബോധന ചെയ്യുന്നത് V എന്നുള്ള ഒരു വാക്കുകൊണ്ടാണ്. അല്ലെങ്കിൽ യു ക്യാൻ സേ ഇറ്റ്സ് എ നെയിം ഓർ ലെറ്റർ, ഐ ഡോണ്ട് നോ. ഈ EVയെയും കൊണ്ട് ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ പോകുന്നു. അവിടെ വെച്ചിട്ട് നെക്സ്റ്റ് ഡേ, അതായത് 12 മണി ആകുന്ന ആ ഒരു സമയത്ത്, ഇതിൻ്റെ ഒരു ഡേറ്റിൻ്റെ സെലക്ഷനും വളരെ പ്രത്യേകതയുണ്ട്. അതായത് November 5, അതിന് ആ സമയത്താകുമ്പോൾ ബ്രിട്ടനിലെ തന്നെ വളരെ അധികാര സൂചകമായിട്ടുള്ള ഓൾഡ് ബെയ്ലി എന്ന സ്റ്റാച്യു വെടിമരുന്നും ബോംബും വെച്ചിട്ട് ഇദ്ദേഹം പൊട്ടിച്ചു കളയുകയാണ്. കൂടാതെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ റേഡിയോയിൽ കൂടെ വളരെ വലിയൊരു പഴയൊരു ക്ലാസിക് സൊനാറ്റ കേൾക്കുന്നതുമുണ്ട്. ശേഷം ഈ ഒരു സംഭവത്തിനെ ഒരു ടെററിസ്റ്റ് ആക്റ്റായിട്ടാണ് പാർട്ടി ഡീൽ ചെയ്യുന്നത്. നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് അവർ പറയും ഇത് പാർട്ടിക്കാരുടെ നേരത്തെയുള്ള തീരുമാനമാണ്, ഇത് പൊട്ടിച്ച് കളയണമെന്നുള്ളത്. അതിനുശേഷം വേറൊരു ബിൽഡിംഗ് അവിടെ പണിയുന്നതാണ് എന്നൊക്കെ പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് ബാക്കിൽ ഇവർ ആരാണെന്ന്, ഈ ടെററിസ്റ്റ് ആരാണെന്ന് അന്വേഷിക്കാൻ വേണ്ടി രഹസ്യ പോലീസായ ഫിംഗർമാനെയും പോലീസിനെയും ഏൽപ്പിക്കുന്നു. ഇതെല്ലാം നടന്ന് പിറ്റേ ദിവസമാകുമ്പോഴേക്കും EV ഇതൊന്നും അറിയാത്ത മാതിരി ഓഫീസിൽ പോകുന്നു. ഇതേ ഓഫീസിൽ V ഒരു ബോംബ് ത്രെറ്റിൻ്റെ മറവിൽ അകത്ത് കയറി ആഡം സട്ട്ലർ പ്രക്ഷേപണം ചെയ്യുന്ന എമർജൻസി ചാനൽ, എല്ലാ TV-യിലും കിട്ടുന്ന ഒരു ചാനലിൽ കയറിയിട്ട് നാട്ടുകാർക്ക് വേണ്ടിയിട്ടൊരു പ്രക്ഷേപണം നടത്തുകയാണ്. അതിൽ ഈ പറയുന്ന നോർത്ത് സ്ക്വയർ പാർട്ടി വളരെ ശരിയല്ലാത്തൊരു പാർട്ടിയാണെന്നും മനുഷ്യരും ജനതകൾക്കും സിറ്റിസണിനും യാതൊരുവിധ റൈറ്റും ഇവർ കൊടുക്കുന്നില്ലെന്നും, ആക്ച്വലി ഗവൺമെൻറ്റിനെ നാട്ടുകാരല്ല പേടിക്കേണ്ടത്, നാട്ടുകാരെ ഗവൺമെൻറ്റാണ് പേടിക്കേണ്ടത്, നമ്മളിപ്പോഴും അടിച്ചമർത്തപ്പെട്ട ജനതയാണെന്നും നിങ്ങൾ ഉയർത്തു വരണമെന്നൊക്കെ നാട്ടുകാരെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് പോലീസ് വരുന്നതും അതൊക്കെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. എന്നിട്ട് ഒരു വാക്കും കൂടി കൊടുക്കുന്നു. ഈ പറയുന്നതിനെല്ലാത്തിനോടും നിങ്ങൾ യോജിക്കുന്നുണ്ട് എന്നാണെങ്കിൽ വിക്ക് 1 വർഷം സമയം കൊടുക്കുക. ആ 1 വർഷം കഴിഞ്ഞ് വരുമ്പോഴേക്കും
ബ്രിട്ടനിലെ പാർലമെൻറ്റ്, അതായത് ഹൗസ് ഓഫ് പാർലമെൻറ്റ് ബോംബ് വെച്ച് തകർത്ത് ഇതിൻ്റെ ഈ ആശയത്തിനെ സപ്പോർട്ട് ചെയ്ത് കാണിച്ചു തരാമെന്നാണ് വി വാഗ്ദാനം ചെയ്യുന്നത്. ഇത്രയും പറഞ്ഞതാണ് സിനിമയുടെ ആദ്യത്തെ 10-15 മിനിറ്റുകൾ. ശേഷം വി എന്താണ് ആക്ച്വലി അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇതിൻ്റെ പിന്നിലുള്ള കറപ്ഷൻ എന്താണ്, തുടർന്നുള്ള വിയുടെ ഏറ്റുമുട്ടലുകളും വിയുടെ ഓരോ ആക്ടിവിറ്റിയും ഇത് ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ ബാധിക്കുന്നു, ഇതിനകത്ത് ഇ വി എന്ന് പറയുന്ന ക്യാരക്ടർ തുടക്കത്തിൽ വരുന്ന ഒരു ചെറിയൊരു റെക്കറിങ് റോളാണോ, അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് ഈ സിനിമയിൽ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടി നിങ്ങൾ സിനിമ കാണുക. കണ്ടിട്ടുള്ളവർ ഇതിന് ശേഷമുള്ളത് കാണുക. കാരണം ഇനിയുള്ളത് കാസ്റ്റും ടെക്നിക്കൽസുമാണ്. അതിനകത്ത് ധാരാളം സ്പോയിലേഴ്സ് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് കാണാത്തവർ ദയവായി ഇവിടെ വെച്ച് നിർത്തിയിട്ട് കണ്ടതിന് ശേഷം വരിക. ഇനി കാസ്റ്റ്. വി എന്ന മാസ്റ്റർ വിജിലാൻ്റെ അടുത്ത വാക്ക് വിജിലാൻ്റെ. വിജിലാൻ്റെ എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും, പോലീസുകാർ എപ്പോഴും പറയും നിയമം കയ്യിലെടുക്കരുത്. നിയമം കയ്യിലെടുക്കുന്ന വ്യക്തി എന്ത് നന്മയ്ക്കായിക്കോട്ടെ തിന്മയ്ക്കായിക്കോട്ടെ, പക്ഷെ നന്മയ്ക്ക് വേണ്ടി നിയമം കയ്യിലെടുക്കുന്നവരെയാണ് വിജിലാൻറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ബാറ്റ്മാൻ എന്ന് പറയുന്നത് ഒരു എല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ള ഒരു വിജിലാൻറ്റിയാണ്. അപ്പോൾ വി എന്ന് പറയുന്ന മാസ്റ്റർ വിജിലാൻറ്റി ആയിട്ട് വരുന്നത് ഹ്യൂഗോ വീവിങ്, അതായത് മേട്രിക്സിലെ മിസ്റ്റർ സ്മിത്ത് എന്ന് പറയുന്ന റോൾ എടുത്ത വ്യക്തി. ഇദ്ദേഹം മേട്രിക്സ് എന്ന സിനിമയിൽ തന്നെ മനസ്സിലായിട്ടുണ്ട്. അത്യാവശ്യം ഫൈറ്റ് സീൻസ് ആണെങ്കിലും ഡയലോഗ് ഡെലിവറി ആണെങ്കിലും വളരെ ചടുലവും ഹൈ പിച്ച് എന്ന് പറയാൻ പറ്റില്ല, വളരെ കട്ടി കൂടിയ സൗണ്ടിലുള്ള അങ്ങേരുടെ ഡയലോഗ് ഡെലിവറിയും മേട്രിക്സിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ഇ വി ഹാമണ്ടിൻ്റെ റോളിൽ വന്നിരിക്കുന്നത് നറ്റാലി പോർട്ട്മാൻ ആണ്. നറ്റാലി പോർട്ട്മാൻ ലിയോൺ ദി പ്രൊഫഷണൽ എന്ന് പറയുന്ന സിനിമയിൽ ബാലതാരമായി വന്നു. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് തോർ എന്ന സിനിമയിലെ നായിക ഡോക്ടർ ജെയിനിൻ്റെ വേഷമെടുത്തിരിക്കുന്നു. ഇവരെ കൂടാതെ ആഡം സട്ട്ലറായിട്ട് ജോൺ ഹേർട്ടും, പിന്നെ ഷെർലക് ഹോംസ് മൂവി റോബർട്ട് ഡൗണി ജൂനിയർ നായകനായ ഷെർലക് ഹോംസ് മൂവിയിലെ ഷെർലക്കിൻ്റെ ചേട്ടനായ മൈക്രോഫ്റ്റിൻ്റെ റോളിൽ വന്നിട്ടുള്ള സ്റ്റീഫൻ ഫ്രൈയും, ഷെർലോക്ക് സീരീസ് ബെനഡിക്ട് കംബർബാച്ചിൻ്റെ സീരീസിൽ ഇൻസ്പെക്ടർ ലെസ്ട്രാഡിൻ്റെ റോളിൽ വന്ന റൂപ്പർട്ട് ഗ്രേവ്സും ഇതിനകത്ത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റോളുകൾ ചെയ്യുന്നുണ്ട്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട കാസ്റ്റ് എന്ന് പറയാൻ. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ടെക്നിക്കൽസ്. എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആശയം, ഫിലോസഫി അങ്ങനെ ധാരാളം കാര്യങ്ങളുള്ളതുകൊണ്ട് ചിലപ്പോൾ ഒരു വീഡിയോയിൽ ഇതിൻ്റെ ഇൻക്ലൂഡ് ആവണമെന്നില്ല. ഞാൻ എന്നാലും നിങ്ങൾക്കായിട്ട് അത് ചുരുക്കുകയാണ്. ഇതിൻ്റെ സ്കോപ്പ് ഇതിൽ തന്നെ നിൽക്കുമെന്ന്, ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നതാണ് ഇതിൻ്റെ സ്കോപ്പ്. നമുക്ക് ഓരോന്നായിട്ട് പോവാം. ആദ്യം ഈ സിനിമയുടെ ആശയം. ഇത് ടോട്ടലിറ്റേറിയൻ ആശയങ്ങൾക്കെതിരെയുള്ള ഒരു സിനിമയാണ്. ടോട്ടലിറ്റേറിയൻ ആശയം എന്ന് പറയുമ്പോൾ ഈ നാസി ജർമ്മനി അല്ലെങ്കിൽ SS എന്നൊക്കെ പറയുന്ന ആ ഒരു ഭരണ സംവിധാനം, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള ചരിത്രത്തിൽ തന്നെ വളരെ ഫേമസ് ആയ ഡിക്റ്റേറ്റേഴ്സാണ് ഹിറ്റ്ലർ, മുസോളിനി, സ്റ്റാലിൻ, ഇവരുടെയൊക്കെ ഭരണങ്ങൾ. ഇവിടെ 2 ആശയങ്ങളാണ്. ഒന്ന് ഡിക്റ്റേറ്റർഷിപ്പ്, പിന്നൊന്ന് ടൈറൻറ്റ്. ഒരു പർട്ടിക്കുലർ അടിയന്തരാവസ്ഥ വരുമ്പോൾ ആ നാടിൻ്റെ ഭരണത്തിനെ ഏറ്റെടുത്ത് നടത്താൻ വേണ്ടിയിട്ട് ഒരാളെ ഏൽപ്പിക്കും. അതാണ് പൊതുവെ ഡിക്റ്റേറ്റർ എന്ന ആശയത്തിൽ പറയുന്നത്. അത്തരത്തിലൊരു ഭരണ സംവിധാനത്തിൽ സാധാരണ ജനങ്ങൾക്ക് പല പല അവകാശങ്ങളും ഇതെല്ലാം ലംഘിക്കപ്പെടും. പക്ഷേ നാട് ആ ഒരു ക്രൈസിസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിക്റ്റേറ്റർഷിപ്പ് മാറി നോർമൽ ഗവൺമെൻറ്റിലേക്ക് വരണമെന്നുള്ളതാണ് ശരിക്കുള്ളത്. പക്ഷേ ആ ഭരണത്തിലും ആ പവറിലും മത്ത് പിടിച്ച ആ ഒരു വ്യക്തി പൊതുവെ ഒരു ടൈറൻ്റായി മാറാനാണ് സാധ്യത. എല്ലാ ചരിത്രത്തിലും അത് തന്നെയാണ് കാണുന്നത്. ഈവൻ ഫ്രം ദ സീസർ ഇറ്റ് സെൽഫ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ഡിക്റ്റേറ്ററായിട്ട് തുടങ്ങി ഗവൺമെൻറ്റിനെയും അല്ലെങ്കിൽ ആ നാടിനെയും രക്ഷിച്ചതിന് ശേഷം ഒരു സെൽഫ് അപ്പോയിൻറ്റഡ് ലീഡർ അല്ലെങ്കിൽ ഒരു ടൈറൻ്റായി മാറുന്നു എന്നുള്ളതാണ്. ഈ ഒരു ആശയങ്ങൾക്കെതിരെയാണ് വി ഫോർ വെൻഡീറ്റ നിലനിൽക്കുന്നത്. രണ്ടാമതായിട്ട് ഇതിൻ്റെ തീം ഡിസ്കസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, സ്റ്റാലിൻ്റെ ആ ഒരു ഭരണ സംവിധാനത്തിലൂടെ ടോട്ടലിറ്റേറിയൻ ആശയങ്ങളെ എതിരെ പറഞ്ഞിരുന്ന ജോർജ് ഓർവെലിൻ്റെ 1984 എന്ന നോവൽ ഈ ഒരു സിനിമയ്ക്കും കോമിക്കിനും വളരെയേറെ ഇൻസ്പയർ ആയിട്ടുണ്ട്. അതിനകത്തും ഇതുപോലത്തെ ഒരു സബ്ഡ്യൂഡ് ജനത അവർക്ക് തിരിച്ച് ചോദിക്കാൻ പോലും ഭയപ്പാടോടുകൂടി ഗവൺമെൻറ്റിനോട് എന്തെങ്കിലും ഒരു ആശയം പ്രകടിപ്പിക്കാൻ പോലും ഭയം കാണിക്കുന്നതും, അതിനെ നേരിട്ട് വരുന്നൊരു വ്യക്തി പക്ഷെ പിന്നീട് സബ്ഡ്യൂഡായി പോകുന്നതൊക്കെ ആയിട്ടാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ആ ഒരു ആശയം വന്നിട്ടുണ്ട്. പിന്നെ ക്ലാസിക്കൽ
നോവൽസായ ഫാൻറ്റം ഓഫ് ഒപ്പേറ എന്ന് പറയുന്ന നോവലും അലക്സാണ്ടർ ഡ്യൂമസിൻ്റെ കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ എന്ന് പറയുന്ന നോവലിൻ്റെയും കേന്ദ്ര കഥാപാത്രമായ ആദ്യത്തേലെ ഫാൻറ്റം ഓഫ് ഒപ്പേറയും ഇതിനകത്തെ എഡ്മണ്ട് ഡാൻഡെ എന്ന് പറയുന്ന ക്യാരക്ടറിന് ഇത് രണ്ടിൻ്റെയും ഒരു മിക്സഡ് രൂപമാണ് വി എന്ന് പറയുന്ന ക്യാരക്ടർ. ഈ വി എന്ന് പറയുന്ന ക്യാരക്ടറിന് ഓൾറെഡി കാരാഗൃഹത്തിൽ വളരെയേറെ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഫാൻറ്റം ഓഫ് ഒപ്പേറയിലെ പോലെ തൻ്റെ മുറിവുകളും ആ ഒരു വികലമായ അവസ്ഥയെല്ലാം ഒരു മാസ്കിൻ്റെ ഉള്ളിൽ ഒളിപ്പിക്കുകയാണ്. എഗെയിൻ ഇതിനകത്ത് കൂടി ഒരു റിവെഞ്ച് പ്ലോട്ടും പോകുന്നുണ്ട്. ഇതല്ല ഈ രണ്ട് സ്റ്റോറീസിൻ്റെയും ബേസിസിലാണ് വന്നിരിക്കുന്നത്. ഇനി മൂന്നാമതായിട്ട് ഗൈ ഫോക്സിൻ്റെ സ്റ്റോറി. ഗൈ ഫോക്സിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് 1605 ഇംഗ്ലണ്ടിൽ ഭരണ സംവിധാനത്തിൽ അന്നേരം കയറിയ കിങ് ജെയിംസ് ദ ഫസ്റ്റ് ഇദ്ദേഹത്തിൻ്റെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയോടുള്ള വളരെ വികലമായ ആറ്റിറ്റ്യൂഡിനെതിരെ കുറേ ആൾക്കാർ പ്രൊട്ടസ്റ്റ് ചെയ്യുകയും ആ പ്രൊട്ടസ്റ്റ് വേണ്ടത്ര കാര്യക്ഷമമാവാതെ ആയിക്കഴിഞ്ഞപ്പോൾ കിങ് ജെയിംസ് അടക്കമുള്ള പാർലമെൻറ്റ് കൂടുന്ന ആ ഒരു സമയത്ത് ഒരു അസാസിനേഷൻ അറ്റംപ്റ്റ് പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നു. ഇതിനെയാണ് ഗൺ പൗഡർ ട്രീസൺ എന്ന് ചരിത്രത്തിൽ പറയുന്നത്. ഇതിനുവേണ്ടി തിരഞ്ഞെടുക്കുന്നതാണ് ഗൈ ഫോക്സ്. ഈ പ്ലാനിങ്ങിൽ ധാരാളം പേര് ഇൻവോൾവ് ആയിട്ടുള്ളത് കൊണ്ടും കുറേ ആൾക്കാർ വഴി ഈ ആശയം കൈമാറി പോയതുകൊണ്ടും ഇറ്റ്സ് നോട്ട് എ പെർഫെക്റ്റ്ലി വെൽ ഓയിൽഡ് പ്ലാൻ. അതുകൊണ്ട് ഇത് പൊട്ടിത്തെറിപ്പിക്കാൻ വേണ്ടി വെടിമരുന്നും കൊണ്ട് പാർലമെൻറ്റിൻ്റെ താഴെ കൊണ്ട് ചെല്ലുന്ന ആ ഒരു നിമിഷത്തിൽ പട്ടാളത്താൽ ഗൈ ഫോക്സ് അറസ്റ്റിലാവുകയും പിന്നീട് പബ്ലിക് എക്സിക്യൂഷൻ നടത്തുകയും ചെയ്തു. ഇതിനോട് സിമിലർ സീൻ എന്ന് പറയാൻ റോക്ക് നായകനായ സ്കോർപ്പിയോൺ കിങ് എന്ന് പറഞ്ഞ സിനിമയിലെ അവസാന രംഗങ്ങളും ഏതാണ്ടും ഇതിനോട് ഇൻസ്പയർഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ ചരിത്രത്തിൽ നിന്ന് കിട്ടിയത് ഇവിടെ അവസാനിക്കുന്നില്ല. ഗൈ ഫോക്സ് എന്ന് പറയുന്നത് ഭരണ സംവിധാനത്തിൻ്റെ അസമത്വത്തിനെതിരെ അല്ലെങ്കിൽ അവരുടെ കറപ്ഷനെതിരെ പ്രതികരിക്കുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജനതയുടെ രൂപമായി മാറി. അതിന് വി ഫോർ വെൻഡേറ്റ എന്ന സിനിമ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഗൈ ഫോക്സ് മാസ്ക് ധരിച്ച ആൾക്കാർ പ്രക്ഷോഭത്തിനും ധർണയ്ക്കുമായിട്ട് ഫോറിൻ കൺട്രീസിലെല്ലാം നിരത്തിലിറങ്ങിയത് നിങ്ങൾക്ക് ചിലപ്പോൾ ശ്രദ്ധിച്ച് കാണും. വളരെ അടുത്തെന്ന് പറയാം 2012 ഇൻ്റർനെറ്റ് ന്യൂട്രാലിറ്റിയുടെ പേരിൽ ഇന്ത്യയിലും ഈ ഗൈ ഫോക്സ് മാസ്ക് വെച്ചിട്ട് ആൾക്കാർ പ്രതിഷേധത്തിന് ഇറങ്ങി. പൊതുവേ ഇൻ്റർനെറ്റ് ന്യൂട്രാലിറ്റി അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഫ്രീഡത്തിനെതിരെയാണ് വരുന്നത്. ഹാക്കേഴ്സിൻ്റെ ഒരു ആക്ടിവിസ്റ്റ് ഗ്രൂപ്പുണ്ട്, ഇറ്റ് ഇസ് കോൾഡ് ദി അനോണമസ്. അവരുടെ മെയിൻ ഐക്കൺ പോലും ഈ ഗൈ ഫോക്സ് മാസ്ക് ആണ്. ജസ്റ്റ് ഇമാജിൻ what is the impression this movie is making among the people. ഇനി സിനിമയുടെ ഷോട്ടുകളും അതിൻ്റെ കളർ ടോണും അതിനെ എടുത്ത് പറയുമ്പോൾ വളരെ കോംപ്ലിമെൻ്റ് ആയിട്ട് ഒരു ആക്ഷൻ മൂവി ആകുമ്പോൾ അത്യാവശ്യം ബ്രൈറ്റുമായിട്ടുള്ള ഫ്രെയിമുകളാണ് സിനിമയിൽ ഉള്ളത്. എന്നാലും പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് ബ്ലാക്ക്, വൈറ്റ്, റെഡ്, ബ്ലൂ ഈ 4 കളറിന് വളരെ എംഫസൈസിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത് ഈ യഥാക്രമം ഡാർക്കും ലൈറ്റും അല്ലെങ്കിൽ നന്മയും തിന്മയും ഉള്ള ആ ഒരു കോമ്പിനേഷൻ. റെഡ് എന്ന് പറയുന്നത് പൊതുവേ ഇതിനകത്ത് വന്നിരിക്കുന്നത് പാഷൻ ഉണ്ട്, റിവെഞ്ചിനും റെഡ് എന്ന് പറയുന്നുണ്ട്. കാരണം ചില രംഗങ്ങളിൽ റോസാപ്പൂവിൻ്റെ കളർ ടോൺ വളരെ കോംപ്ലിമെൻ്റ് അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് അവർ കാണിച്ചിരിക്കുന്നത്. പിന്നെ വേറെ എടുത്ത് പറയേണ്ടത് ബ്ലൂ കളറിലുള്ള ഫ്രെയിമാണ്. പ്രത്യേകിച്ച് വി മഴയത്ത് വന്ന് നിൽക്കുന്ന ഒരു രംഗമുണ്ട്, അതിനകത്ത് ബ്ലൂ കളറാണ് കൂടുതലും വന്നിരിക്കുന്നത്. ബ്ലൂ കളറ് ഇപ്പം എടുത്തു പറയുകയാണെങ്കിൽ ഫ്ലാഗിലെല്ലാം ബ്ലൂ കളർ വരുന്നത് ലിബറേഷൻ അല്ലെങ്കിൽ ലിബർട്ടി എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റാണ്. ഈ ഒരു സബ്ഡ്യൂഡ് സിറ്റുവേഷനിൽ നിന്ന് ലിബറേറ്റ് ചെയ്ത് വരുന്ന ഒരു ജനതയുടെ ആശയങ്ങളെ കാണിക്കാൻ വേണ്ടി ഈ ബ്ലൂ കളറും ഈ സിനിമയ്ക്ക് വേണ്ട വിധം ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി സ്ക്രിപ്റ്റ്. സിനിമയുടെ സ്ക്രിപ്റ്റ് ഒന്നും പറയാനില്ല. ഈവൻ സംഭാഷണ ശൈലി പോലും ബ്രിട്ടീഷ് ഇംഗ്ലീഷിൻ്റെ സ്പീഡ് കൂടാതെ ഓരോ കോട്ടും എടുത്തു പറയേണ്ടതാണ്. വെറുതെ വി ഫോർ വെൻഡേറ്റ മൂവി കോട്ട് എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ധാരാളം കോട്ടുകൾ കിട്ടും. പലപ്പോഴായി സോഷ്യൽ മീഡിയയിൽ അവിടെ ഇവിടെയായിട്ടൊക്കെ കാണുന്ന ഈ കോട്ടുകളെല്ലാം ഈ സിനിമയിൽ നിന്ന് വന്നതാണെന്ന് മനസ്സിലാവും. വേറൊരു കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു രംഗം എന്ന് പറയുന്നത് വിയോട് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു രംഗമുണ്ട്. അതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ സംഭവങ്ങളും, അതായത് ഇദ്ദേഹം ഒരു
എന്താ പറയുക, ഒരു ലിബറേറ്റഡ് ആർമി, വൺ മാൻ ആർമി ആണെന്നും ആർക്കെതിരെയാണ് പോരാടുന്നതെന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ രംഗങ്ങളുണ്ട്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ വാക്കുകളും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ലെറ്റർ വി വെച്ചിട്ടാണ്. ജസ്റ്റ് ഗോ ടു നെറ്റ് ഓർ യൂട്യൂബ്, ഈവൻ ഇൻ ദ യൂട്യൂബ് യു ക്യാൻ സീ ദ ക്ലിപ്സ്. അത് നിങ്ങൾ ഒന്ന് കാണേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു രംഗമാണ്. ഇവിടെയൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡിക്ഷണറിയുടെ ആവശ്യം വേണ്ടി വരിക. കാരണം ഓരോ വാക്കിനും വളരെ വലിയ വലിയ അർത്ഥങ്ങളാണ്. വെവ്വേറെ അർത്ഥങ്ങളാണെങ്കിലും ആ ഒരു സെൻറ്റൻസിൽ വരുമ്പോൾ അത് നമുക്ക് കിട്ടുന്ന ആ ഒരു പിക്ചർ അത് അത്രയ്ക്കും വളരെ എന്താ പറയുക, ഇൻസ്പയറിങ് ആയിട്ടുള്ള ഒരു പിക്ചറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ സ്ക്രിപ്റ്റ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഒരു രംഗം പോലും നമുക്ക് വേസ്റ്റായിട്ട് തോന്നത്തില്ല. എല്ലാ രംഗങ്ങളും അടിപൊളിയാണ്. ഇതിൻ്റെ അവസാനം എത്തുന്നത് പോലും ഈ പറയുന്ന പാർലമെൻറ്റ് പൊട്ടിത്തെറിപ്പിക്കുന്ന ഒരു രംഗത്തിലാണ്. പിന്നെ എടുത്തു പറയുന്ന വേറൊരു രംഗം എന്ന് പറഞ്ഞാൽ ഒരു ഡോമിനോ എഫക്റ്റ് എന്ന് പറയും. അതായത് ചെറിയൊരു ഫ്ലിക്ക് ഒരു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു. ഈ ഒരു ആശയത്തെയും ഈ സിനിമയിൽ അത്യാവശ്യം എഡിറ്റിങ്ങിലും ക്രിസ് ക്രോസ് ആയിട്ടൊക്കെ വെച്ചിട്ട് കാണിച്ചിട്ടുണ്ട്. അതും എടുത്തു പറയേണ്ട 2-3 രംഗങ്ങളിലൊന്നാണ്. അഗെയിൻ വിയുടെ ഫൈറ്റിംഗ്, അതും അത്യാവശ്യം നല്ല രസമുള്ള രംഗങ്ങളാണ്. ഈ സിനിമയുടെ ടൈറ്റിൽ ആക്ച്വലി വി ഫോർ വെൻഡേറ്റ, ഇറ്റ്സ് അബൌട്ട് വി എന്ന് വിചാരിക്കുമെങ്കിലും ഇറ്റ്സ് നോട്ട് അബൌട്ട് വി, ഇറ്റ്സ് അബൌട്ട് ഇ വി. ഇ വിയുടെ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷനാണ് മെയിനായിട്ട് ഇതിൻ്റെ ഹൈലൈറ്റ്. വിയുടെ റിവെഞ്ച് സ്റ്റോറി, അതിനുള്ളിലൂടെ പീപ്പിളിൻ്റെ ലിബറേഷനും ആണ് സിനിമയുടെ മെയിൻ പ്ലോട്ട്. സിനിമയിൽ എല്ലാ ജനതകൾക്കും ഉണ്ടാകുന്ന ലിബറേഷൻ ആക്ച്വലി ഒരു എന്താ പറയുക, സിംഗിൾ പോയിന്റ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു പോയിന്റ് പെർസ്പെക്റ്റീവിൽ കാണിക്കുന്നതാണ് ഇ വിയുടെ ട്രാൻസ്ഫോർമേഷൻ. ഇ വി വളരെ പേടിയോടുകൂടി ഉൾവലിഞ്ഞ് സബ്ഡ്യൂഡിൽ നിന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു കണ്ടീഷനിൽ നിന്ന് ഒന്നിനെയും പേടിക്കാതെ എന്ത് വന്നാലും നേരിടാം എന്നുള്ളൊരു ആശയത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു രംഗമുണ്ട്. ആ ഒരു രംഗം മൊത്തം ജനങ്ങളുടെ ആശയത്തോട് ഒരു താദാത്മ്യമാക്കി കൊണ്ടുവരാനും ഈ പറയുന്ന സിനിമയുടെ ക്രിയേറ്റേഴ്സിന് സാധിച്ചിട്ടുണ്ട്. ഇതിൽ കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പൊളിറ്റിക്കൽ നിൽക്കുമ്പോഴുള്ള കറപ്ഷൻ, അതിൻ്റെ വേറൊരു പല പല വകഭേദങ്ങൾ, അതായത് ഒരു ഭരണ സംവിധാനത്തിലിരിക്കുന്ന ഒരു പാർട്ടി ഏതൊക്കെ രീതിയിൽ ജനങ്ങളെ ഭയത്തിൽ നിർത്തുന്നു. ഓർഡർ കൊണ്ടുവരണമെങ്കിൽ ഫിയർ ഇൻഡ്യൂസ് ചെയ്യണം, ഇല്ലെങ്കിൽ കെയോസ് ആകും എന്നുള്ളതാണ് മെയിൻ ആശയം. ഈ ഓർഡർ കൊണ്ടുവരാൻ ഭയമുണ്ടാക്കുന്നതിന് രോഗത്തെ കൊണ്ടുവരിക, തൻ്റെ ആശയങ്ങൾക്ക് എതിരെ നിൽക്കുന്നവരെ ഡിറ്റൻഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുവരിക, റേസിസ്റ്റ് ആറ്റിറ്റ്യൂഡിലുള്ള ആൾക്കാരെയൊക്കെ ഡിറ്റൻഷൻ ചെയ്തിട്ട് ഡിറ്റൻഷനിലുള്ളവരുടെ മേത്ത് ഹ്യൂമൻ ട്രയൽസ് നടത്തുക. അങ്ങനെ ധാരാളം കാര്യങ്ങൾ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമുക്കിപ്പോഴും പലയിടത്തായിട്ടൊക്കെ നമുക്ക് ഒരു കമ്പാരിസൺ നടത്താൻ പറ്റുന്നൊരു അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ആശയവും ഈ സിനിമയിൽ വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം, ഈ വി എന്ന് പറയുന്ന ക്യാരക്ടർ വളരെ മിസ്റ്റീരിയസ് ആണ്. ഈ വിയുടെ ഐഡൻറ്റിറ്റി എന്താണെന്ന് സിനിമ ആദ്യം മുതൽ അവസാനം വരെ കണ്ടാലും പുറത്ത് വിടുന്നില്ല. ആരായിരുന്നു വി എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും പ്രേക്ഷകനിൽ നിൽക്കുന്നു. എന്നാലും വളരെ ഉദ്വേഗഭരിതമായിട്ടിരുന്ന് കാണാൻ പറ്റുന്ന വളരെ നല്ല ഒരു സിനിമയാണ് വി ഫോർ വെൻഡേറ്റ. ആക്ഷനും അതേസമയം ഡയലോഗ് ഡെലിവറിയും കൊണ്ട് സമ്പന്നമായ സിനിമ. അതായത് മേട്രിക്സ് എന്ന് പറയണമെങ്കിൽ ആക്ഷൻ മാത്രമല്ല, അതിൻ്റെ ഫിലോസഫിക്കൽ സൈറ്റിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ വേറെ ലെവലാണെന്ന് മനസ്സിലാവും. അത്രയ്ക്കും ആഴത്തിൽ പോകണ്ടെങ്കിലും ഇതും അത്യാവശ്യം നല്ലൊരു അനുഭവമാണ് നമുക്ക് തരിക. സോ ഐ ആം റെക്കമെൻഡിങ് യു ടു വാച്ച് ദിസ് മൂവി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഓൺ നെക്സ്റ്റ് ഫ്രൈഡേ. അൺടിൽ ദെൻ ബൈ.